ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുന്ന കൂട്ടത്തിലായിരിക്കും അല്ലേ? അപ്പോൾ ചേച്ചി ഇന്ന് ഓണാട്ട് ഒരു കഥ പറഞ്ഞുതരാം. സമ്പന്നനും പാവപ്പെട്ടവനും. ഒരു ഗ്രാമത്തിൽ സമ്പന്നനും ഒരു പാവപ്പെട്ടവനും ജീവിച്ചിരുന്നു. ആ പാവപ്പെട്ടവൻ ജോലി ചെയ്യുന്നത് ചെരുപ്പ് കുത്തിയാണ്. നമ്മുടെയൊക്കെ ചെരുപ്പ് പൊട്ടുമ്പോൾ നമ്മൾ ശരിയാക്കാൻ കൊടുക്കുമല്ലേ, ആ ജോലിയാണ് അദ്ദേഹത്തിന്. പതിവ് പോലെ അദ്ദേഹം ജോലിക്ക് പോയി. കാരണം മീനാവുക്ക് തൻ്റെ മകൾക്ക് അമ്മയില്ല, ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ പോയി ജോലി ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ തൻ്റെ മകൾക്ക് എന്തെങ്കിലും വെച്ച് വിശപ്പിന് കൊടുക്കാൻ കഴിയൂ. അതിന് എന്നത്തെയും പോലെ തന്നെ രാവിലെ ഗോപാലൻ ജോലിക്ക് പോകുക. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയൊരു മഴ പെയ്യുന്നു. മഴ പെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഗോപാലൻ ആ മഴയിൽ തെറ്റി വീണ് തൻ്റെ ഒരു ഭാഗം അങ്ങ് ഉടഞ്ഞു പോയി, ഒരു കാല്. അവിടുന്ന് വല്ല വിധേന വേദന കൊണ്ട് പുളഞ്ഞ് വീട്ടിൽ വന്ന് കട്ടിലിൽ ഇരുന്നിട്ട് തൻ്റെ മകളെ മീനാന്ന് ഉറക്ക വിളിക്കുകയാണ്. മീന ഓടി വന്ന് അപ്പാ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ നടന്നു പോകുമ്പോൾ മഴ പെയ്തു, സ്ലിപ്പായിട്ട് ഞാൻ വീണു, എൻ്റെ ഒരു കാല് ഉടഞ്ഞു പോയി, എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല മകളെന്ന് പറഞ്ഞു. മീന തേങ്ങി തേങ്ങി കരഞ്ഞു. കാരണം അവൾ കുഞ്ഞു കുട്ടിയല്ലേ. ഇനി എൻ്റെ അപ്പന് ജോലി ചെയ്യാനും കഴിയത്തില്ല, കാല് സുഖമായാൽ ജോലിക്ക് പോകാൻ കഴിയൂ. വീട്ടിലാണെങ്കിൽ ഒരു തുള്ളി ഒരു അരിമണി പോലുമില്ല തൻ്റെ അപ്പാവക്ക് ചോറ് വെച്ച് കൊടുക്കാൻ. അങ്ങനെ അവൾ ജോലി എവിടെയെങ്കിലും അന്വേഷിച്ച് പോകാൻ ചെല്ലി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ രണ്ടുപേര് നിന്ന് പറയുന്നു, ജമ്മിയുടെ വീട്ടിൽ, അതായത് ആ പ്രദേശത്ത് സമ്പന്നനാണ്, ഞാൻ ചേച്ചി പറഞ്ഞ സമ്പന്നൻ എന്ന് പറയുന്ന ആ കുടുംബം, എല്ലാവരും പരാതി പറയുന്ന ആളാണ് ജമ്മി. അയാളുടെ വീട്ടിൽ ഒരു വേക്കൻസി ഉണ്ട്, ജോലിക്ക് ആളെ വേണമെന്ന്. അത് മീന കേൾക്കുന്നു. അങ്ങനെ മീന ഈ ജമ്മിയുടെ വീട്ടിൽ ചെന്ന്, ഇവിടെ ജോലിക്ക് ആളിനെ വേണമെന്ന് പറഞ്ഞല്ലോ മാമ. ആ ഞാൻ പറഞ്ഞു, അതിനെന്താ, കാരണം ഇത് കുഞ്ഞു കുട്ടിയല്ലേ, ആ ജോലി ഞാൻ ചെയ്യാം മാമ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ വീണെന്നും കാലുടഞ്ഞു വാരിയെന്നും അച്ഛനിനി ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്നും എല്ലാം പറഞ്ഞു. അപ്പോൾ ഇയാൾ മനസ്സിൽ വെച്ച് പറഞ്ഞു, വലിയൊരു മുതിർന്ന ഒരാൾക്ക് ജോലി കൊടുത്താൽ അങ്ങേര് ചോദിക്കുന്ന ശമ്പളം കൊടുക്കണം, ഇത് കുഞ്ഞു കുട്ടിയായതുകൊണ്ട് എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ തൊട്ട് നീ ജോലിക്ക് വാങ്ങാൻ ആ കുഞ്ഞിനോട് പറയുന്നു. അങ്ങനെ മീന ജോലിക്ക് പോവുക. അവക്കടെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അച്ഛനും ഗുളിയെല്ലാം കൊടുത്തതിന് ശേഷം ജമ്മിയുടെ വീട്ടുവേല ചെയ്യാൻ പോകുന്നു, വീട്ടുജോലി ചെയ്യാൻ പോകുന്നു. അവൾ പതിവ് പോലെ തന്നെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വൈകിട്ട്, മാമ ഞാൻ ജോലിയെല്ലാം തീർത്തു, ഞാൻ ഇനി പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാളെ എൻ്റെ മകൻ ബിജുവിൻ്റെ 2 കൂട്ടുകാർ വരും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കണം, അതുകൊണ്ട് നേരത്തെ വരണം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ശരി മാമ, ഞാൻ രാവിലെ വരാം. അങ്ങനെ വീട്ടിൽ പോയി. അടുത്ത ദിവസം അപ്പോൾ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ആ കുട്ടിക്ക് അന്നത്തെ ശമ്പളം കൊടുത്തില്ലല്ലോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ അപ്പാവക്ക് എന്ത് കൊടുക്കും, ഞാൻ വിഷമിച്ച് നിൽക്കുക, കയ്യിലൊരു കാശില്ല, ഒരു സാധനങ്ങളില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ ഒരു ഡബ്ബയിൽ 2 റൊട്ടി ഇരിക്കുന്നു. ആ റൊട്ടി എടുത്തുകൊണ്ട് പോയി ഒരു ഗ്ലാസ് വെള്ളമായിട്ട് തൻ്റെ അപ്പന് കൊടുത്ത്. അപ്പ ചോദിച്ചു, മീന നീ കഴിച്ചോ? ഞാൻ കഴിച്ചപ്പ, ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചു, ആ ജമ്മിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചെന്ന് കള്ളം പറഞ്ഞു. എന്നിട്ട് ഈ കുട്ടി പോയി കിടന്നുറങ്ങി. കുറേ മനസ്സിൽ കരഞ്ഞിട്ട് അത് കിടന്നുറങ്ങി. ഉറങ്ങിയിട്ട് അടുത്ത ദിവസം അതുപോലെ വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ട് ജമ്മിയുടെ വീട്ടിൽ ജോലിക്ക് പോവുക. അവിടെ ചെന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ചോറെല്ലാം വെച്ചുകൊണ്ടിരിക്കുക. വയ്ക്കുമ്പോൾ ബിജുവിൻ്റെ കൂട്ടുകാരും കൂടെ കയറി വരുന്നു. അങ്ങനെ ബിജു മീന ജോലി ചെയ്യുന്ന സ്ഥലത്തിലോട്ട് പോയിട്ട് ഊണെല്ലാം ആയോ, എൻ്റെ കൂട്ടുകാർക്ക് ഊണ് കൊടുക്കണം.
ഇപ്പം റെഡിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ബിജു കൂട്ടുകാരുടെ അടുത്ത് പോയി ചിരിയും കളിയാട്ടൊക്കെ ഇരിക്കുക. അവിടെ നിന്ന് ബിജു സൗണ്ട് വിട്ടു, മീന, എൻ്റെ കൂട്ടുകാർക്ക് വിശക്കുന്നു, ടേബിളിൽ ഭക്ഷണം വിളമ്പി വെക്കൂ. അങ്ങനെ മീന ദാ വരുന്നെന്നും പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് ടേബിളിൻ്റെ മേളിൽ ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചു. ഈ ബിജുവും ബിജുവിൻ്റെ സുഹൃത്തുക്കളും വന്ന് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിൽ അധികം ചുമ്മാതെ ഭക്ഷണം മേടിച്ചിട്ട് അത് അവിടെ അങ്ങ് കളയുക. ഈ വിശപ്പോടെ ഇരിക്കുന്ന മീനയ്ക്ക് അത് കണ്ടപ്പോൾ വിഷമം വന്നു. മീന പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങി കഴിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കളയുന്നത് എന്ന് ചോദിച്ചതിന് ഈ ബിജുവിന്, ഈ ജമ്മിയുടെ മകന് മീനായോട് കോപമായി. അവൻ മനസ്സിൽ പറഞ്ഞു, അവൻ്റെ അച്ഛൻ ജമ്മി വരട്ടെ, മീനാക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ അന്നത്തെ ദിവസം ഈ കുട്ടി ഭക്ഷണങ്ങൾ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് മിച്ചം വന്നത് ഈ വേസ്റ്റ് കൊട്ടയിലാണ് ഇടുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു, ആ ജമ്മിയോട് പറഞ്ഞു, മാമ, നിങ്ങൾ എന്തായാലും ഈ മിച്ചം വന്ന ഭക്ഷണം വെളിയിലല്ലേ കളയുന്നത്, ഇത് ഞാൻ കൊണ്ടുപോക്കോട്ടോ. ശരി, നീ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് ഈ കുട്ടി അതെല്ലാം എടുത്ത് ഒരു പാത്രത്തിലാക്കി വീട്ടിലോട്ട് പോകാനായിട്ട് ജമ്മിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിജു അങ്ങോട്ട് വന്നു. ഇവളെന്തോ കയ്യിലിങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പം ജമ്മി പറഞ്ഞു, അതൊന്നുമല്ല, നമ്മളെല്ലാം കഴിച്ച് മിച്ചം വന്ന ആഹാരം കളയാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതാ, അവൾ കൊണ്ടുപോക്കോളാം. അപ്പോൾ ഈ ബിജു പറഞ്ഞു, ഇവൾ ഇന്നലെ ഇതുപോലെ എൻ്റെ കൂട്ടുകാരിരുന്നപ്പോൾ പറഞ്ഞു ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയരുത്, എന്നെ ശകാരിച്ചു. അപ്പം ജമ്മി പറഞ്ഞു, നമ്മൾ വെറുതെ കളയുന്ന സാപ്പാട് അവൾ കൊണ്ടുപോക്കോട്ടെ എന്ന് പറഞ്ഞ് അവളങ്ങ് പോയി. സാപ്പാട് ആഹാരമായിട്ടങ്ങ് പോയി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്നപ്പോൾ ഇവൻ ഇല്ലാത്ത എല്ലാം പറഞ്ഞു കൊടുത്തു അവൻ്റെ അച്ഛൻ്റെ അടുത്ത്, ജമ്മിയുടെ അടുത്ത്. അങ്ങനെ പതിവ് പോലെ അവൾ വീണ്ടും വൈകിട്ട് പോകാൻ നേരത്ത് മിച്ചം വന്ന ആഹാരം എടുത്തുകൊണ്ട് വെളിയിലോട്ട് വരുമ്പോൾ ഈ ജമ്മി പറഞ്ഞു, ഇവൾ ശമ്പളം ചോദിച്ചു. ഇത്രയും ദിവസം ജോലി ചെയ്തിട്ടും അതിന് കാശ് കൊടുത്തില്ലല്ലോ. ശമ്പളം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ബിജു അതിനകത്ത് ഇടപെട്ടിട്ട് പറഞ്ഞു, നീ ദിവസേന ഇവിടുന്ന് ആഹാരം കൊണ്ടുപോകുന്നില്ലേ, പിന്നെ നീ അതിനകത്ത് എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾക്കങ്ങനെ അറിയാം, പിന്നെന്തിനാണ് നിനക്ക് ശമ്പളമെന്ന്. അങ്ങനെ ഈ ജമ്മിയും മകനോട് ചേർന്ന് ആ കുട്ടിക്ക് ശമ്പളം കൊടുക്കാതെ നാളെ തൊട്ട് നീ ഇനി ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കേ, ആ കുഞ്ഞു കുട്ടി എൻ്റെ അപ്പനെ മെഡിസിൻ വാങ്ങാനും ആഹാരം വയ്ക്കാനും വേണ്ടിയിട്ട് പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ടപ്പോൾ ഈ ജമ്മി മകനും കൂടി ആ കുഞ്ഞിന് ശമ്പളവും കൊടുക്കാതെ അതിനെ തുരത്തി വിട്ടു. ഇത് വീട്ടിൽ പോകാതെ വഴിയിൽ ചെന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനെ പഠിപ്പിക്കുന്നൊരു ടീച്ചർ അതിലേ വന്നു. മീന, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നീ ഇപ്പോൾ സ്കൂളിലും വരുന്നില്ലല്ലേ? അപ്പോൾ അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ ടീച്ചറോട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ എങ്ങും ജോലിക്ക് പോകണ്ട, നാളെ തൊട്ട് നീ എൻ്റെ വീട്ടിൽ വാ ജോലിക്ക്. എന്നിട്ട് ഈ കുട്ടി നല്ലതായിട്ട് പഠിക്കും, ഞാൻ നിന്നെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്ത് നിന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, നിനക്ക് എൻ്റെ വീട്ടിൽ വന്ന് ജോലിയും ചെയ്ത് ആ ശമ്പളം കൊണ്ട് നിൻ്റെ അച്ഛനെ നോക്കുകയും ചെയ്യാം. അപ്പോൾ അവൾക്ക് സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജമ്മിയുടെ വീട്ടിൽ ജമ്മി എന്തോ തെറ്റ് ചെയ്തിട്ട് പോലീസുകാർ വന്നു. പോലീസുകാർ വന്ന് ജമ്മിയെ കൊണ്ടുപോയി ജമ്മിയുടെ സ്വത്തും എല്ലാം അവർ പിടിച്ചെടുത്തു. അപ്പോൾ ഈ ബിജുവിന് കാശുമില്ല, വീടുമില്ല, ഒന്നുമില്ല. അവൻ തനിച്ചായപ്പോൾ ഇവന് വിശക്കുന്നു. വിശത്ത ആരെങ്കിലും വല്ലതും കൊടുക്കാണ്ട് അവൻ്റെ അച്ഛനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയില്ലേ. അങ്ങനെ ഇവൻ വിശപ്പ് കൊണ്ട് സഖി കെട്ട് തൊട്ടടുത്തുള്ളൊരു വീടാന്തോറും കയറി ഇറങ്ങി, എനിക്ക് ഇച്ചിരി ആഹാരം തരുമോ എന്ന് ചോദിച്ചു. എല്ലാവരും അവനെ, ഓരോ വീടുകളിൽ ചെന്നപ്പോഴും അവരെല്ലാം അവനെ ആട്ടി ഓടിക്കുമ്പോൾ ഓരോ വീട്ടിൽ നിന്ന് പോയി ഇറങ്ങുന്നത് കാണുമ്പോൾ മീന ദൂരെ നിന്ന് അത് കാണുന്നുണ്ടായിരുന്നു. അവൾ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വാ. അങ്ങനെ അവൾ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി അവൾ വെച്ച ആഹാരത്തിൽ നിന്നും കുറച്ച് അവന് കൊടുത്തപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ നിന്നെ എന്തെല്ലാം ദ്രോഹം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നു, നീ വെച്ച ആഹാരം എനിക്ക് കൊടുത്തു. അപ്പോൾ മീന പറഞ്ഞൊരു വാക്കുണ്ട്, വിശപ്പെന്ന് പറയുന്നത് പണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒരുപോലെയല്ലേ. ഞാൻ വിശപ്പറിഞ്ഞ് ജീവിച്ചൊരു ഞാൻ വിശപ്പറിഞ്ഞ് വളർന്നതുകൊണ്ട് എനിക്ക് വിശപ്പിൻ്റെ
ആ ആഴം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ആഹാരം തന്നത്. അപ്പോൾ അവൻ വീണ്ടും മന്നിപ്പ് പറഞ്ഞു, സോറി പറഞ്ഞു. അങ്ങനെ 2-3 വട്ടം സോറി മീനായോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ബിജുവിന് മീനായി തൻ്റെ അനിയത്തിയായി അവൻ നോക്കാൻ ആരംഭിച്ചു. അങ്ങനെ ബിജുവും മീനാവും അണ്ണനും അനിയത്തിയായിട്ട് ഒരേ വീട്ടിൽ ഗോപാലനുമൊത്ത് നല്ലതുപോലെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ആഹാരം പാഴാക്കി കളയുമ്പോൾ നമ്മൾ പാവപ്പെട്ടവർ ആഹാരം ഒരു നേരം പോലും കഴിക്കാൻ ഇല്ലാതെ പട്ടിണി കിടക്കുന്ന പാവങ്ങളെ ഓർക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്ന് നമ്മൾ സമ്പന്നരായിരിക്കും, നാളെ നമുക്ക് ഈ ഗതി ഉണ്ടാവും. അതാണ് ഈ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ട് അളവിൽ മീതി ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കൂ, അവരെ കൈ പിടിച്ചുയർത്തൂ. ഇതാണ് ഇതിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശം. എൻ്റെ സ്റ്റോറി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. പുതിയൊരു കഥയായിട്ട് ചേച്ചി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യും. അപ്പോൾ പോയിട്ട് വരാം.